CBSE ക്ലാസ് 12 കെമിസ്ട്രിയിലെ ബോർഡ് എക്സാമിൻ്റെ ഓരോ ചാപ്റ്ററിൻ്റെയും സിലബസ് വൈസ് വെയിറ്റേജ് എത്രയാണെന്ന് സിമ്പിളായിട്ട് നോക്കാം. കെമിസ്ട്രി ബോർഡ് എക്സാമിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ ചാപ്റ്ററിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്, വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്ന കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നതോടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊക്കെ ചാപ്റ്ററിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണമെന്നും തുടങ്ങിയ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നതായിരിക്കും. ഫസ്റ്റ് നമ്മൾ എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് പരിചയപ്പെടണം. അപ്പോൾ ടോട്ടൽ 10 ചാപ്റ്ററാണ് CBSE പ്ലസ് 2 കെമിസ്ട്രിയിൽ പഠിക്കാനായിട്ട് ഉള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ സൊല്യൂഷൻസ്, സെക്കൻഡ് ചാപ്റ്റർ ഇലക്ട്രോ കെമിസ്ട്രി, തേർഡ് ചാപ്റ്റർ കെമിക്കൽ കൈനറ്റിക്സ്, ഫോർത്ത് ചാപ്റ്റർ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്, ഫിഫ്ത്ത് ചാപ്റ്റർ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, സിക്സ്ത് ചാപ്റ്റർ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ്, സെവൻത് ചാപ്റ്റർ ആൽക്കഹോൾസ് ഫിനോൾസ് ആൻഡ് ഈതേഴ്സ്, എയ്ത്ത് ചാപ്റ്റർ ആൽഡിഹൈഡ്സ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ്, നയൻത് ചാപ്റ്റർ അമീൻസ്, 10th ചാപ്റ്റർ ബയോമോളിക്യൂൾസ്. അപ്പോൾ ഇത്രയും ചാപ്റ്ററാണ് കെമിസ്ട്രിയിൽ ഉള്ളത്. ഇനി വെയിറ്റേജ് നോക്കാം. നമുക്കറിയാം തിയറി എക്സാം 70 മാർക്സിനാണ്, പ്രാക്ടിക്കൽ എക്സാം 30 മാർക്സിനാണ്, ടൈം 3 ഹവേഴ്സാണ്, ടോട്ടൽ മാർക്ക് 100ലാണ്. അതിൽ 70 മാർക്സ് തിയറിക്കും 30 മാർക്സ് പ്രാക്ടിക്കലിനും കൂടെയാണ്. ചാപ്റ്റർ വൈസ് വെയിറ്റേജ് എത്രയാണെന്ന് നോക്കാം. സൊല്യൂഷൻസിന് 7 മാർക്ക്, ഇലക്ട്രോ കെമിസ്ട്രി 9 മാർക്ക്, കെമിക്കൽ കൈനറ്റിക്സ് 7 മാർക്ക്, ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് 7 മാർക്ക്, കോർഡിനേഷൻ കോമ്പൗണ്ട്സ് 7 മാർക്ക്, ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ് 6 മാർക്ക്, ആൽക്കഹോൾസ് ഫിനോൾസ് ആൻഡ് ഈതേഴ്സ് 6 മാർക്ക്, ആൽഡിഹൈഡ്സ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ് 8 മാർക്ക്, അമീൻസ് 6 മാർക്ക്, ബയോമോളിക്യൂൾസ് 7 മാർക്ക്. അങ്ങനെ ടോട്ടൽ എല്ലാം കൂടെ ചേർന്ന് 70 മാർക്ക്. ആദ്യത്തെ 5 ചാപ്റ്റർ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജിൽ ചോദിക്കുന്നത് ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്നാണ്, 9 മാർക്കാണ്. ദെൻ സൊല്യൂഷൻസ്, കെമിക്കൽ കൈനറ്റിക്സ്, ഡി ആൻഡ് എഫ് ബ്ലോക്ക്, കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. സോ ഈ 4 ചാപ്റ്റേഴ്സും സെയിം വെയിറ്റേജ് 7 മാർക്ക് വെച്ചിട്ട് ചോദിക്കുന്നുണ്ട്. ഇതിൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, ഇലക്ട്രോ കെമിസ്ട്രി കുറച്ച് വലിയ ചാപ്റ്റേഴ്സാണ്. പിന്നെ കെമിക്കൽ കൈനറ്റിക്സ്, ഡി ആൻഡ് എഫ് ബ്ലോക്ക്, സൊല്യൂഷൻസ് ഒക്കെ എന്താണ് അത്യാവശ്യം ചെറിയ ചാപ്റ്ററാണ്. ഈ സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ് ആദ്യത്തെ 3 ചാപ്റ്റർ എന്താണ് ന്യൂമറിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും അതിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ആദ്യത്തെ 5 ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് 37 മാർക്സ് ആണ്. പിന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററും എന്താണ് അത്യാവശ്യം വലിയ ചാപ്റ്ററാണ്. അതിൽ നിന്നും ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. ഫെർമാസ് തിയറി, പിന്നെ കോമ്പൗണ്ട്സിന് എങ്ങനെയാണ് നെയിമിംഗ് കൊടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പഠിച്ചു വെക്കണം ഈ ചാപ്റ്ററിൽ. ഇനി 6 മുതൽ 10 വരെയുള്ള ചാപ്റ്റർ അല്ലെങ്കിൽ അടുത്ത 5 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് കെമിസ്ട്രിയിലെ ചാപ്റ്റേഴ്സാണ്. ഇതിൽ ഓർഗാനിക് കെമിസ്ട്രിയിലെ കൂടെ ബയോമോളിക്യൂൾസും കൂടെ ചേർക്കുന്നുണ്ട്. സോ അടുത്ത 5 ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ബേസ്ഡ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ് ആയിക്കോട്ടെ, ആൽക്കഹോൾസ് ഫിനോൾസ് ആൻഡ് ഈതേഴ്സ് ആയിക്കോട്ടെ, ആൽഡിഹൈഡ് കീറ്റോൺസ് കാർബോക്സിലിക് ആസിഡ് ആയിക്കോട്ടെ, അമീൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം ഓർഗാനിക് ബേസ്ഡ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഓർഗാനിക് കെമിസ്ട്രിയിലെ ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്ററാണ് ആൽഡിഹൈഡ്സ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. 8 മാർക്കാണ് ഇതിൻ്റെ വെയിറ്റേജ് ആയിട്ട് വരുന്നത്. ഓർഗാനിക് കെമിസ്ട്രിയിലെ തന്നെ ഏറ്റവും വലിയ ചാപ്റ്ററാണ് ആൽഡിഹൈഡ്സ് കീറ്റോൺസ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് 7 മാർക്ക് വെയിറ്റേജ് ആണ് ബയോമോളിക്യൂൾസിന്. അതും സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ദെൻ ഹാലോ ആൽക്കെയിൻസിനും ആൽക്കഹോൾസ് ഫിനോൾസ് ആൻഡ് ഈതേഴ്സിനും അമീൻസിനും 6 മാർക്ക് വെച്ചാണ് വെയിറ്റേജ് ആയിട്ട് വരുന്നത്. എന്ന് വെച്ചാൽ ഈ ഓർഗാനിക് കെമിസ്ട്രിയിലുള്ള 5 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 33 മാർക്കാണ് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ കെമിസ്ട്രിയിൽ തന്നെ ഓർഗാനിക് കെമിസ്ട്രി എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അതിൽ ധാരാളം റിയാക്ഷൻസ് ഉണ്ട്, ധാരാളം പ്രിപ്പറേഷൻ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. നമുക്കറിയാം ധാരാളം റിയാക്ഷൻസ് ആണ് ഉള്ളത്. ഹാലോ ആൽക്കെയിൻസിൽ നിന്ന് തുടങ്ങി അമീൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ വരെ എന്താണ് ധാരാളം റിയാക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ആൽഡോൾ കണ്ടൻസേഷൻ, പിന്നെ എന്താണ് സ്റ്റീഫൻസ് റിയാക്ഷൻ, അങ്ങനെ ധാരാളം റിയാക്ഷൻസ് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ആൽഡോൾ കണ്ടൻസേഷനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ച് വച്ചിരിക്കേണ്ടതാണ്. ആൽഡോൾ കണ്ടൻസേഷനൊക്കെ ഏതിലാണ് വരുന്നത്, ആൽഡിഹൈഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് വരുന്നത്. പിന്നെ ധാരാളം റിയാക്ഷൻസ് ഒക്കെ ഉണ്ട്. ഹാലോ ആൽക്കെയിൻസിലൊക്കെ എന്താണ് ചെറിയ ചെറിയ റിയാക്ഷനാണ് ഉള്ളത്. ചെറുതിൽ നിന്ന് തുടങ്ങി എന്താണ് ഈ പറയുന്ന അമീൻസ് വരെ എത്തുമ്പോൾ ധാരാളം റിയാക്ഷൻസ് തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് അതിലുണ്ട്. പിന്നെ ആൽക്കഹോൾസിലുള്ള റീമൻ ടീമൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അതുണ്ട്, അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. പിന്നെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ പഠിച്ച് വെക്കണം. ചുരുക്കി പറഞ്ഞാൽ ഓർഗാനിക് കെമിസ്ട്രിയിലുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചാൽ മാത്രമേ അതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് നോക്കണം. എസ്പെഷ്യലി എന്താണ് എടുത്ത് പറയുന്നത് 2025 കെമിസ്ട്രി ബോർഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്തായാലും റെഫർ ചെയ്തിരിക്കണം. അപ്പോൾ അതിൽ പുതിയ രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺസ് ഒക്കെ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാലേ സാധിക്കുള്ളൂ. പിന്നെ എന്താണ് CBSE ഓരോ വർഷവും അവരുടെ സാമ്പിൾ പേപ്പേഴ്സ് റിലീസ് ചെയ്യുന്നുണ്ട്. സാമ്പിൾ പേപ്പേഴ്സും നിങ്ങൾ എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്ത് നോക്കണം. പിന്നെ CBSEയിലെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, എക്സാമ്പിളർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, എന്തായാലും നോക്കിയിട്ട് പോകണം.
സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ലാസ് ഉണ്ട്. ഹെൻറീസ് ലാ, റൗൾസ് ലാ. ആ റൗൾസ് ലാ എന്താണ്, ഹെൻറീസ് ലാ എന്താണ്, അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കിയിട്ട് പോകണം. പിന്നെ ഹെൻറീസ് ലാൻ്റെ ആപ്ലിക്കേഷൻസ്, റൗൾസ് ലാ വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ, നെഗറ്റീവ് ഡീവിയേഷൻ, ആ കാര്യങ്ങൾ. പിന്നെ എന്താണ് ഈ പറയുന്ന കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എത്രയെണ്ണം ഉണ്ട്, ഏതൊക്കെയാണ് പ്രോപ്പർട്ടീസ്, ഈ പറയുന്ന റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കണം. പിന്നെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോ കെമിസ്ട്രിയിൽ ധാരാളം സെൽസ് നമുക്ക് പഠിക്കാനുണ്ട്. നിക്കൽ കാഡ്മിയം സെല്ല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. ആ സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ, സെല്ലിൻ്റെ ഇക്വേഷൻ ഉണ്ടാവുമല്ലോ ആനോഡിൽ, കാഥോഡിൽ, പിന്നെ ഓവറാൾ റിയാക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് വയ്ക്കുക. പിന്നെ സെല്ലിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിച്ച് വയ്ക്കുക. ആനോഡ് എന്താണ് യൂസ് ചെയ്യുന്നത്, കാഥോഡ് എന്താണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെ ഫുള്ള് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. ഇലക്ട്രോ കെമിസ്ട്രി ചാപ്റ്ററിൽ നിന്ന് എന്താണ്, കാൽക്കുലേഷൻസ് ആണ്. കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസ് കൂടുതൽ അതിൽ നിന്ന് ചോദിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഫോർമുല അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കാൽക്കുലേഷൻസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയാണ് ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജിനെ സംബന്ധിച്ച കാര്യങ്ങൾ. CBSE ക്ലാസ് 12 കെമിസ്ട്രി തിയറി എക്സാം 70 മാർക്സിനാണ്. ഇനി ബാക്കി 30 മാർക്സിനാണ് പ്രാക്ടിക്കൽ എക്സാം വരുന്നത്. പ്രാക്ടിക്കൽ എക്സാമിൽ എന്താണ്, ലാബിൽ ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ലാബിൽ ചെയ്യാൻ മാത്രമല്ല, എന്താണ് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും, എഴുതേണ്ടിയും കൂടെ വരുന്നതായിരിക്കും. ഇനി CBSE ക്ലാസ് 12 കെമിസ്ട്രിയിലെ പ്രാക്ടിക്കൽ എക്സാമിനെ പറ്റി പറയാം. അപ്പോൾ പ്രാക്ടിക്കൽ എക്സാമിന് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വോളിയോമെട്രിക് അനാലിസിസ് ആണ്. അതായത് ടൈട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ആണ് വോളിയോമെട്രിക് അനാലിസിസിൽ വരുന്നത്. ഇനി സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ചെയ്യാനുള്ളത് സാൾട്ട് അനാലിസിസ് ആണ്. തന്നിരിക്കുന്ന സാൾട്ടിൽ നിന്നും ആനയോൺ ഏതാണ്, കാറ്റയോൺ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇനി മൂന്നാമതായിട്ട് ഓർഗാനിക്കിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് കണ്ടുപിടിക്കാനുള്ള എക്സ്പെരിമെൻ്റ് ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള എക്സ്പെരിമെൻ്റ് ആണ് ഓർഗാനിക്കിൽ നിന്ന് ഉള്ളത്. ഓർഗാനിക് കോമ്പൗണ്ട്സിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ടെസ്റ്റാണ് ഈ പറയുന്നത്. അതായത് നിങ്ങൾക്ക് 2 ടെസ്റ്റ് ട്യൂബിലായിട്ട് A, B എന്ന് പറയുന്ന 2 ടെസ്റ്റ് ട്യൂബിലായിട്ട് എന്തായിരിക്കും ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇതേപോലെ തരും. ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആൽക്കഹോളും ഫിനോളും ആയിരിക്കും കിട്ടുന്നത്, അല്ല എങ്കിൽ ചിലപ്പോൾ ആൽഡിഹൈഡും കീറ്റോണും ആയിരിക്കും തരുന്നത്, അല്ലെങ്കിൽ കീറ്റോണും കാർബോക്സിലിക് ആസിഡും ആയിരിക്കും തരുന്നത്. അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സിൽ നിന്നും ഈ ഒരു ടെസ്റ്റ് എന്ത് ചെയ്യണം, കണ്ടക്ട് ചെയ്യണം. ഇനി കെമിസ്ട്രി എക്സ്പെരിമെൻറ്റ്സിനെ നമുക്ക് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആയിട്ടും ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസും ആയിട്ടും എടുക്കാം. അതിൽ ഈ പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൽ വരുന്നതാണ് വോളിയോമെട്രിക് അനാലിസിസ്. നമ്മുടെ ടൈട്രേഷൻ എക്സ്പെരിമെൻ്റ് ആണ്. ഈ ടൈട്രേഷനിൽ KMnO4, അതായത് പൊട്ടാസ്യം പെർ മാംഗനേറ്റിൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അതിൻ്റെ മൊളാരിറ്റി നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഏത് യൂസ് ചെയ്തിട്ടാണ്, ഒന്നിന് ഓക്സാലിക് ആസിഡ് യൂസ് ചെയ്തിട്ട്, അല്ല എങ്കിൽ ഫെറസ് അമോണിയം സൾഫേറ്റ് യൂസ് ചെയ്തിട്ടാണ്. ഈ ഫെറസ് അമോണിയം സൾഫേറ്റിനെയാണ് മോർ സാൾട്ട് എന്ന് പറയുന്നത്. സ്റ്റുഡൻസ് തന്നെ സ്വന്തമായിട്ട് വെയിറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം സാൾട്ടിൻ്റെ. അതുപോലെ തന്നെ സൊല്യൂഷൻസ് ഒക്കെ സ്റ്റുഡൻസ് തന്നെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യണം. ലാസ്റ്റ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ലൈറ്റ് പിങ്കിഷ് കളറ് കിട്ടും. അതിനാണ് ഇതിൻ്റെ എൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. ആ ലൈറ്റ് പിങ്കിഷ് കളറ് കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ടൈട്രേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഒരു ലൈറ്റ് പിങ്കിഷ് കളറായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ലാസ്റ്റ്. കട്ടി പിങ്ക് അല്ല, ലൈറ്റ് ആയിട്ടുള്ള പിങ്കിഷ് കളർ, അതിനാണ് ഇതിൻ്റെ എൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. അടുത്തത് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണ്. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ സോൾട്ട് അനാലിസിസ്. നമുക്ക് ഒരു നിശ്ചിത സാൾട്ട് തരും, അതിൽ നിന്നും ആനയോൺ ഏതാണ്, കാറ്റയോൺ ഏതാണെന്ന് നമ്മൾ വിവിധ ടെസ്റ്റ് നടത്തി എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കെന്താണ് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ കാറ്റയോണിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ലെഡ് പറയാൻ പറ്റും, കോപ്പർ പറയാൻ പറ്റും, ഫെറസ് പറയാൻ പറ്റും. ഇനി അടുത്ത ആനയോണിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കെന്താണ് ക്ലോറിൻ, ബ്രോമിൻ, അയോഡിനൊക്കെ പറയാം. അപ്പോൾ ആ ഗിവൻ സാൾട്ടിൽ നിന്നും നമുക്കെന്താണ് കാറ്റയോണോ ആനയോണോ കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. കാർബണേറ്റിൻ്റെ ടെസ്റ്റ്, സൾഫേറ്റിൻ്റെ ടെസ്റ്റ്, അസറ്റേറ്റിൻ്റെ ടെസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് തന്നെ പഠിച്ചുകൊണ്ട് പോകുക. ഏത് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ ടെസ്റ്റ് നടത്തുന്നതെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ എന്താണ് ഈ പറയുന്ന ഫോർമുലാസ് ആയിക്കോട്ടെ, ഓരോ എക്സ്പെരിമെൻറ്റിലും എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതുന്നത്, അങ്ങനെയുള്ളതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് തന്നെ പഠിച്ചുകൊണ്ട് പോകണം. പിന്നെ നിങ്ങൾക്ക് എന്താണ് എക്സ്പെരിമെൻറ്റ് ചെയ്ത് കാണിക്കാൻ മാത്രമല്ല, ആ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾക്ക് ആൻസർ ഷീറ്റിൽ എഴുതേണ്ടി കൂടെ വരുന്നതാണ്. അപ്പോൾ ആൻസർ ഷീറ്റിൽ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് എഴുതേണ്ടത് എയിമാണ്. നിങ്ങൾ എന്തിനെ പറ്റിയാണോ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്, ആ എക്സ്പെരിമെൻറ്റ് ഏതാണെന്ന് വെച്ചാൽ അതായിരിക്കും അതിൻ്റെ അതിൻ്റെ ക്വസ്റ്റ്യനാണ് എന്ന് പറയുന്നത്. അടുത്ത് നിങ്ങൾ എഴുതേണ്ടത് മെറ്റീരിയൽസ് റിക്വയർഡ് ആണ്. എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ആ ഒരു പർട്ടിക്കുലർ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് തന്നെ എഴുതണം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എഴുതേണ്ടത് പ്രൊസീജിയറാണ്. ആ എക്സ്പെരിമെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, ആ ഒരു പ്രൊസീജിയർ എഴുതണം. പിന്നെ എക്സ്പെരിമെൻറ്റിൻ്റെ ഫോർമുലാസ് വല്ലതുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അത് കഴിഞ്ഞ് ഒബ്സർവേഷനാണ്. നിങ്ങൾ ആ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ എന്താണ് ഒബ്സർവേഷൻ ചെയ്തതെന്ന് എഴുതുക. അത് കഴിഞ്ഞ് എന്തെങ്കിലും ടാബുലർ കോളം ഉണ്ടെങ്കിൽ ടാബുലർ കോളം കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞ് നിങ്ങൾ എഴുതേണ്ടത് റിസൾട്ടാണ്. നിങ്ങൾക്ക് ആ ഒരു എക്സ്പെരിമെൻറ്റിൽ കൂടെ എന്തൊക്കെയാണ് കിട്ടിയതെന്ന് റിസൾട്ടിൽ എഴുതുക. ദെൻ പ്രിക്കോഷൻസ്, എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് എഴുതുക. പിന്നെ കാൽക്കുലേഷൻസ് എല്ലാം കൃത്യമായിട്ട് തന്നെ സ്റ്റെപ്സോടെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. എക്സാമ്പിളായിട്ട് മൊളാരിറ്റി കണ്ടുപിടിക്കാൻ ധാരാളം കാൽക്കുലേഷൻസ് ഉണ്ട്. അത് ഓരോ സ്റ്റെപ്പ് ഒന്നുപോലും വിടാതെ തന്നെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക.
നിങ്ങൾ ലാബിൽ കയറുന്ന സമയത്ത് അവിടെ വേറൊരു സ്കൂളിൽ നിന്ന് വന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള എക്സാമിനർ ഉണ്ടാവും. ആ എക്സാമിനർ ആയിരിക്കും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. എക്സ്റ്റേണൽ എക്സാമിനർ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, അനുസരിക്കേണ്ടതാണ്. പിന്നെ എന്താണ്, നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്ത് തുടങ്ങണം. പിന്നെ എന്താണ്, കറക്റ്റായിട്ട് തന്നെ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, ആൻസേഴ്സൊക്കെ അറ്റൻഡ് ചെയ്യാവൂ. എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് നന്നായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ എഴുതുന്നത് നല്ലപോലെ വൃത്തിയായിട്ട് തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. മിസ്റ്റേക്സ് ഒക്കെ പരമാവധി കുറയ്ക്കുക. പിന്നെ എന്താണ്, നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത പ്രോജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വൈവ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നതായിരിക്കും എക്സ്റ്റേണൽ എക്സാമിനർ. നിങ്ങൾ എന്ത് ചെയ്യുക, കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ആൻസേഴ്സ് ഒക്കെ പറയുക. പ്രാക്ടിക്കൽ എക്സാമിന് കയറുന്നതിന് മുൻപ് നിങ്ങളുടെ റെക്കോർഡ് ബുക്ക് കംപ്ലീറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്, റെക്കോർഡ് ബുക്കിൽ ടീച്ചറിൻ്റെ സൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ അതിലും സൈനും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കണം. പിന്നെ പേന, പെൻസിൽ, റബ്ബർ, സ്കെയിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം. പിന്നെ നിങ്ങൾ ലാബിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോഴായിക്കോട്ടെ, അതുപോലെ തന്നെ വൈവ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോഴായിക്കോട്ടെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, എക്സ്പെരിമെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആൻസേഴ്സും കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പറയുക. നിങ്ങളുടെ റെക്കോർഡ്, പിന്നെ നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കും വൈവയായിട്ട്, പിന്നെ നിങ്ങൾ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ്, പിന്നെ നിങ്ങളുടെ പ്രോജക്റ്റ്, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് പ്രാക്ടിക്കൽ എക്സാമിന് 30 മാർക്സ് വരുന്നത്. ഫസ്റ്റ് നിങ്ങളുടെ സ്കൂളിൽ നിന്നും എങ്ങനെയാണ് പ്രാക്ടിക്കൽ എക്സാം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്താണ്, ചില സ്കൂളുകളിലൊക്കെ മോഡൽ പ്രാക്ടിക്കൽ എക്സാം ഒക്കെ നടത്താറുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പബ്ലിക് പ്രാക്ടിക്കൽ എക്സാം നടക്കും. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്സ് തന്നെ ഈ പ്രാക്ടിക്കൽ എക്സാംസിനൊക്കെ വാങ്ങിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ഏത് എക്സ്പെരിമെൻറ്റ് ചെയ്താലും ആൻസർ ഷീറ്റിൽ എഴുതുമ്പോൾ എയിമും പിന്നെ പ്രൊസീജിയർ, ഒബ്സർവേഷൻ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, മസ്റ്റായിട്ടും നിങ്ങൾ എഴുതണം. പിന്നെ കാൽക്കുലേഷൻസ് ഉള്ള എക്സ്പെരിമെൻറ്റ്സ് ആണെങ്കിൽ കാൽക്കുലേഷൻസ് എല്ലാം നിങ്ങൾ എഴുതിയിരിക്കണം. മസ്റ്റായിട്ടും തന്നെ എന്ത് ചെയ്യണം, എഴുതിയിരിക്കണം. പ്രാക്ടിക്കൽ എക്സാമിന് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓവർ പേടിച്ചിട്ട് എന്താണ് എക്സ്പെരിമെൻ്റ് ഒന്നും ചെയ്യാതെ ഇരിക്കരുത്. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യണം. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും സിമ്പിൾ ആയിരിക്കും നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാംസ് എല്ലാം. അപ്പോൾ പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് CBSE ബോർഡ് എക്സാമാണ്. CBSE ക്ലാസ് 12 കെമിസ്ട്രി ബോർഡ് എക്സാം വരുന്നത് ഫെബ്രുവരി 28 ശനിയാഴ്ചയാണ്. സയൻസുകാർക്ക് ഫസ്റ്റ് എക്സാം ഫിസിക്സ് ആണ്. അത് കഴിഞ്ഞ് സെക്കൻഡ് എക്സാം കെമിസ്ട്രി ആണ്. അതിനാൽ എന്താണ്, ഇനി അധികം ദിവസങ്ങളൊന്നുമില്ല, കുറച്ച് സമയം കൂടിയാണ് ഉള്ളത്. സോ എല്ലാവരും തന്നെ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് റിവൈസ് ചെയ്യുക, മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ റിവൈസ് ചെയ്യുക. പിന്നെ NCERT ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ എന്താണ്, സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഓരോ വർഷം CBSE റിലീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ 2025 ക്വസ്റ്റ്യൻ പാറ്റേൺസ് ഒക്കെ മാറിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ആ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നിങ്ങൾ റെഫർ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ CBSE എക്സാമിന് ഏതാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്റർ, പിന്നെ എങ്ങനെയാണ് പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്, പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ടിപ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ എക്സ്പെരിമെൻറ്റ്സ് ആണ് പ്രാക്ടിക്കൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത്, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. എസ്പെഷ്യലി പ്രാക്ടിക്കൽ എക്സാം ഉള്ളവർക്കാണ് ഓൾ ദ വെരി ബെസ്റ്റ്. പിന്നെ ബോർഡ് എക്സാമിന് വേണ്ടി നന്നായിട്ട് തന്നെ പഠിക്കുക, നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.